അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാലി എന്നാണല്ലോ. അവസരയോജിതമായിട്ടുള്ള ഇൽമാണ് ഏറ്റവും വലിയ ഇൽമ് എന്നുള്ളതാണ്. ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ ഈ സമയത്ത് ഉണ്ടായ ഒരു അത്ഭുതകരമായ സംഭവം ഷെയ്ഖുന വിശദീകരിക്കുന്നുണ്ട്. ബദർ ശുഹദാക്കളെ കൊണ്ട് ഉണ്ടായ ഒരു അത്ഭുതകരമായ സംഗതി ഷെയ്ഖുന വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് കേൾക്കാം. നമ്മളെ ഹാജത്തുകളൊക്കെ വിടും. ഞാനിപ്പോൾ ഒരത്ഭുതമായിട്ട് നിങ്ങളോട് പറയുകയാണ്. ഈ കഴിഞ്ഞ കൊല്ലം ഇവിടെ നിന്ന് പാസ്സായിപ്പോയ ഒരു മുത്താലിം, മംഗലാപുരത്തിൻ്റെ അടുത്തുള്ള ഒരു മുത്താലിം, വളരെ പാവപ്പെട്ട മുത്താലിമാണ്. സാമ്പത്തികമായും പാവപ്പെട്ട ആളാണ്. കിതാബ് നല്ലോണം തിരിയും. ആളോട് സംസാരിക്കാനും കഴിവില്ല. ഒരു കഴിവുമില്ലാത്ത ഒരു പാവപ്പെട്ട സഖാഫിയ. മാഷാ അല്ലാഹ്, സഖാഫിക്കുണ്ടായ അത്ഭുതമാണ് പറയാൻ പോണത് കേട്ടോ. മംഗലാപുരത്തിനടുത്തുള്ള ഒരു സഖാഫി, അദ്ദേഹം നല്ല കിതാബിൽ നല്ല മാഹിറാണ്, കഴിവുള്ള ആളാണ്. പക്ഷേ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ കഴിവില്ലാത്തൊരാളും കൂടെയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനക്ക് ബദരീങ്ങളിൽ നിന്നും ഉണ്ടായ സംഗതി അദ്ദേഹം പറഞ്ഞത് ഉസ്താദ് പറയാട്ടോ. ഇന്നലെ അയാൾ ബദരീങ്ങളുടെ പേര് പറഞ്ഞ് കിടന്നിറങ്ങി. അടുത്ത ഞായറാഴ്ചയാണ് അയാൾ നിക്കാഹ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ മഹർ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ അയാൾ കൈവശത്തിൽ പൈസ ഇല്ല. യാതൊരു വഴിയുമില്ല. മഹർ കൊടുക്കാൻ വേണ്ടി യാചിക്കാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ബദരീങ്ങളെ പേര് പറഞ്ഞ് അദ്ദേഹം കിടന്നുറങ്ങിയ പോലെ കിടന്നുറങ്ങിയപ്പോൾ ഉടനെ തന്നെ എന്നെയാണ് സ്വപ്നത്ത് കാണുന്നത്. കണ്ട് ഞാനവരോട് പറഞ്ഞു, നീ നാളെ അങ്ങോട്ട് മർക്കത്തിലേക്ക് വാ, ഞാൻ തരൂ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അല്ലാ അല്ലാ, നോക്കണം. ബദരീങ്ങളെ പേരും പറഞ്ഞിട്ട് കടന്നുറങ്ങി. ബദരീങ്ങളെ പേര് വിളിച്ചിട്ട് കടന്നുറങ്ങി. ഉറങ്ങിയ ഉറക്കത്തിൽ കാന്തപുരം ഉസ്താദ് അവറുകളെയാണ് സ്വപ്നത്തിൽ കണ്ടത്. സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഉസ്താദ് അവറുകൾ പറയാണ്, ഇജ് നാളെ അങ്ങോട്ട് വാ എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ട്. പിറ്റേന്ന് നേരം വെളുത്തിട്ട് എന്ത് ചെയ്തു? മർക്കസിലേക്ക് ചെന്ന കഥ. അല്ലാ അല്ലാ, വല്ലാത്ത ഒരു സംഗതി തന്നെ കേട്ടോ. ഇവിടെ ഇന്ന് വന്നപ്പോൾ ഇവിടെ 2 അതിഥികളുണ്ട്. ആ അതിഥികൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ല പെൺകുട്ടികളെ കെട്ടിക്കാനുണ്ടെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞ വല്ല പെൺകുട്ടികളെ കെട്ടിക്കാനുണ്ടെങ്കിൽ ആരുണ്ടെങ്കിലും നിങ്ങൾ ഉടനെ ഞങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ തരണം, വിവരം അറിയിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഒരു കുട്ടി മഹർ കൊടുക്കാൻ കാശില്ലാതെ നിൽക്കുന്നു. അപ്പോൾ അയാൾക്ക് വലിയ അത്ഭുതം. ഈ കഴിവുള്ളവർക്ക് അത് തിരിയില്ലല്ലോ. പാവങ്ങളെ കഷ്ടപ്പാട്. അല്ലാ, മഹർ കൊടുക്കാൻ കഴിവില്ലേ? എന്നാൽ അവൻ വിളിക്കുന്നവനെ ഉടനെ വിളിച്ച് 2 ലക്ഷം ഉറുപ്പിക അപ്പോൾ തന്നെ മഹർ വാങ്ങാൻ എഴുതി കൊടുത്ത് ബദരീങ്ങളെ പേര് പറഞ്ഞ് വേറെ കിടന്നുറങ്ങിയതാ. അപ്പോൾ ഞാനിങ്ങോട്ട് വരാൻ പറഞ്ഞതാവും പറയുന്നത് ഉറക്കത്ത്. നേരം പുറത്ത് ഇവിടെ എത്തി. അപ്പോഴേക്ക് എന്നെ കാണുമ്പോഴേക്ക് ആ 2 ലക്ഷം കൊടുക്കാനുള്ള ആളെയും അല്ലാഹു തആല ഇവിടേക്ക് അയച്ച്. ഇങ്ങനെ ദുനിയാവിൻ്റെ കാര്യവും ആഖിറത്തിൻ്റെ കാര്യവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും. അസ്മാഉൽ ബദർ കൊണ്ട്
അതുകൊണ്ട് എല്ലാവരും അസ്മാഉൽ ബദരി ചൊല്ലിയാൽ അത് വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാ ശൈഖുനാ സുൽത്താനുൽ ഉലമ പറഞ്ഞത് കേട്ടില്ലേ? ഒരു പാവപ്പെട്ട ഒരു മൗലവി, അദ്ദേഹം കഴിഞ്ഞ വർഷം സഖാഫിയായിട്ട് ഇറങ്ങിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ബദരീങ്ങളെ പേരും വിളിച്ചുകൊണ്ട് കടന്നുറങ്ങി. അയാളുടെ നിക്കാഹാണ് അടുത്ത ഞായറാഴ്ച നടക്കേണ്ടത്. പക്ഷെ മഹർ വാങ്ങാൻ പോലും ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ അയാൾ വിഷമിച്ച്, കഴിവില്ലാത്തൊരു മനുഷ്യനാണ്, ഒരാളോട് ചോദിക്കാനുമാണല്ലോ ഒരു പ്രത്യേക മലക്ക, അതില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ബദരീങ്ങളെ പേരും പറഞ്ഞ് കടന്നുറങ്ങിയപ്പോൾ AP ഉസ്താദിനെ സ്വപ്നം കണ്ട്. AP ഉസ്താദ് പറഞ്ഞു അത്ര ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. AP ഉസ്താദിൻ്റെ അടുത്ത് ചെന്നു. AP ഉസ്താദിൻ്റെ അടുത്ത് ചെന്നുകാണ്ട് ഈ വിഷയം പറഞ്ഞു. വിഷയം പറഞ്ഞു നോക്കുമ്പോൾ അവിടെ എന്തുണ്ട്? 2 അതിഥികളായ ആളുകളുണ്ട്. അവർ നിക്കാഹുമായി കല്യാണവുമായി ബന്ധപ്പെട്ട് വേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. 30 വയസ്സിൻ്റെ മുകളിലുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ കെട്ടിക്കാൻ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം, അതിന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കേസ് ചെല്ലുന്നത്. അപ്പോഴാണ് ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ ആ അതിഥികളോട് ഈ വിഷയം എടുത്തിടുന്നത്. ഇങ്ങനെ നിക്കാഹ് അടുത്ത ഞായറാഴ്ച നടക്കേണ്ട ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് മഹർ വാങ്ങാൻ കഴിവൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അതിലേക്ക് വല്ല ഫണ്ടും ഉണ്ടോ എന്ന് ചോദിച്ച ഉടനെ തന്നെ സുബ്ഹാനല്ലാഹ് അവർ വേഗം അതിലേക്ക് ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ അപ്പോൾ തന്നെ അവർക്ക് കൈമാറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ അവർക്ക് കൈമാറി. ഇത് ഈ മിനിഞ്ഞാന്ന് നടന്നൊരു സംഗതി ഉസ്താദ് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരിവിടെ മനസ്സിലാക്കേണ്ടത്, ഉസ്താദിനെ കണ്ടു എന്നുള്ളതും മറ്റും ഒന്നുമല്ല നമ്മളാ പറഞ്ഞതിൻ്റെ ലക്ഷ്യം. ബദരീങ്ങൾ സഹായിക്കും എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ആരിലെങ്കിലും കൂടെ ആയിരിക്കും. കാരണം ബദരീങ്ങളെ പേരിൽ അദ്ദേഹം വിളിച്ച് കടന്നുറങ്ങിയപ്പോൾ അയാൾക്ക് സഹായം കിട്ടിയത് AP ഉസ്താദിലൂടെയാണ്. AP ഉസ്താദിനെയാണ് അയാൾ കണ്ടത്. AP ഉസ്താദ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ AP ഉസ്താദിലൂടെയാണ് ബദരീങ്ങൾ എന്ത് ചെയ്തത്? ബദരീങ്ങളുടെ സഹായം അല്ലാഹു തആല അയാൾക്ക് നൽകിയത്. ബദരീങ്ങളുടെ സഹായം അള്ളാഹു AP ഉസ്താദിലൂടെയാണ് അദ്ദേഹത്തിനക്ക് നൽകിയത്. നോക്കണം, നമുക്ക് ആരിലൂടെയാണ് ചിലപ്പോൾ സഹായം നൽകുക എന്ന് പറയാൻ പറ്റൂല, അങ്ങനൊക്കെ സംഭവിക്കാം. പക്ഷേ ബദരീങ്ങൾ അവിടെയും ഉസ്താദ് പറഞ്ഞ് എൻ്റെ അയവ് നല്ല ഉസ്താദ് പറഞ്ഞു കേട്ടോ, ഇനി അയിമ കെട്ടി തൂങ്ങാൻ നിൽക്കണ്ടാരും. വട്ടൂരികൾ ചിലപ്പോൾ അതിലെന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കേക്കാരം. അവിടെയൊക്കെ ഉസ്താദ് പറഞ്ഞെന്താണ്? ആ കുട്ടി എന്നെ കണ്ടു, ഞാനിങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പം എന്ത് ചെയ്തു? ഇവിടുന്ന് നമ്മൾ കൊടുത്തു എന്നുള്ള വിഷയമാണ് AP ഉസ്താദ് പറഞ്ഞത് കേട്ടോ. പക്ഷേ അവിടെയൊക്കെ പോയിന്റുകളുണ്ട്. ബദരീങ്ങളുടെ പേരിൽ ചൊല്ലിക്കടന്നിട്ട് AP ഉസ്താദിനെ കണ്ടു, AP ഉസ്താദിലേക്ക് AP ഉസ്താദ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് ബദരീങ്ങൾ എന്ത് ചെയ്തു? AP ഉസ്താദിലൂടെയാണ് സഹായിച്ചത്. AP ഉസ്താദിലൂടെയാണ് സഹായിച്ചത്. ഇതുപോലെ മടവൂർ ശൈഖിൻ്റെ വിഷയത്തിലും ഒരുപാട് കറാമത്തുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മുന്നേ നമ്മൾ പല ഉസ്താദുമാരും പ്രസംഗത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളതൊന്നും പുതുക്കി പറയണമെന്നൊന്നുമില്ല. ഏതായാലും അതാണ് ബദരീങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്ത് വിഷയം വന്നോ ബദരീങ്ങളെ തവസ്സുൽ ചെയ്തോളി. എന്ത് വിഷയം വന്നാലും ഒരു ഗൾഫിക്ക് പോകുകയാണെന്ന് വെച്ചാലും പോണീൻ്റെ മുന്നേ ആ ബദരീങ്ങളെ പേരൊന്ന് വിളിച്ചുകാണ്ട് ദ്വാരന്നുകാണ്ട് ഇറങ്ങിക്കോളി. അതുപോലെ എന്തെങ്കിലും കാര്യമായിട്ടൊരു ബിസിനസ് തുടങ്ങുകയാണ്, ബദരീങ്ങളുടെ പേരിൽ തവസ്സുൽ ചെയ്തോളി. എന്ത് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട എന്തൊരു കാര്യം തുടങ്ങുകയാണെങ്കിലും ബദരീങ്ങളെ പേരിലൊന്ന് തവസ്സുൽ ചെയ്തിട്ട് ബദരീങ്ങളെ പേരും വിളിച്ച് ദ്വാരന്നുകാണ്ട് തുടങ്ങി നോക്കി. ആ കാര്യം വിജയിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല വിജയിപ്പിച്ചിട്ട് ബദരീങ്ങളുടെ കാവൽ അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ വാഹനത്തിലും നമ്മുടെ ഭാര്യയിലും മക്കളിലും മാതാപിതാക്കന്മാരിലും എല്ലാറ്റിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ സഹായം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബദരീങ്ങൾ ചില്ലറയല്ല എന്ന് ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും.